കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണാവോ ഭഗവാൻ ഭക്തരെ കാണാനായിട്ട് നിൽക്കുന്നത്, നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നൊന്ന് പ്രദർശനം ചെയ്യാം. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മീദേവിയും ഒക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. അത് കഴിഞ്ഞ് വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം, നെയ്വിളക്കിൻ്റെ ആ ശോഭ അങ്ങനെ നോക്കി വരുമ്പോൾ ഒന്ന് കാണുന്നത് മത്സ്യമാണ്. മത്സ്യത്തിൻ്റെ ആ വാലിങ്ങനെ കാണുന്നു. മുകളിലെ ശൽക്കങ്ങളൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. നന്നായിട്ടുള്ള ഒരു കാഴ്ച. അങ്ങനെ അരയ്ക്ക് താഴെ അരയുടെ അവിടെ അരമണിയൊക്കെ കാണാണ്ട് അവിടുന്ന് അങ്ങോട്ട് മഹാപ്രഭുവായിട്ടാണ് ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി ചതുർബാഹുവായിട്ട് ആണ് ആ ഒരു കാഴ്ച. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ അരമണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ മാറത്തൊരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല, അതേപോലെ ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നല്ല രസമായിട്ടാണ്. ശംഖും ചക്രവും സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഗദ ഇതുകൊണ്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ പത്മം ഒരു താമരപ്പൂവ് കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ട് ദശാവതാരത്തിൽ ആദ്യ അവതാരമായ മത്സ്യാവതാരമൂർത്തിയായിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇന്ന് ശ്രീലകത്ത് ഇങ്ങനെ കാണുകയാണ്, ഭക്തരെ എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിൽക്കുകയാണെന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ എല്ലാവരുടെയും മനസ്സ് ആ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലെത്തിയാൽ അപ്പോൾ ആ കാണുന്ന കാഴ്ചയാണ് മത്സ്യാവതാരമൂർത്തിയെ. അപ്പോൾ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിക്കുക അവിടെയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട്. പിന്നെ നോക്കുമ്പോൾ 2 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവും തെച്ചിയും കൂടി ഉള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. അതേപോലെ ഒരു ഉണ്ടമാലയുള്ളൂ. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട്, അത് നല്ല തിക്കായിട്ടുണ്ട്. എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ആ തിടപ്പള്ളിയും അതേപോലെ ചെറിയ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവിനെ കാണാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് വന്ന് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മ, വരാഹ, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെയും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെയും കണ്ട് തൊഴാം, മുരുകനെയും കണ്ട് തൊഴാം. അങ്ങനെ വന്ന് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ.
അത് കഴിഞ്ഞ് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നന്നായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ അങ്ങനെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം നന്നായിട്ട് കാണാം, കണ്ട് തൊഴാം. പിന്നീട് മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് നേരെ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഭഗവതീനെ എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തുന്ന പോലെ ചിന്തിച്ച് മനസ്സിൽ മമ്മിയൂരപ്പനെ സ്മരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂർ പോയിട്ടുള്ള ആ ഒരു പുണ്യം നമുക്ക് കിട്ടും. മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മത്സ്യാവതാരമൂർത്തിയെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വന്ന് നേരെ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ വന്ന് നാരായണാലയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് നമ്മൾ ഭഗവതി നടയിലേക്കും വരാം. അത് കഴിഞ്ഞ് ദീപസ്തംഭത്തിൻ്റെ അവിടെ, ഇപ്പോൾ ദീപസ്തംഭം ഇല്ല, അത് നേരെയാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ആയിട്ടില്ല. അവിടെ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴാം. പിന്നീട് തെക്കേ നടയിലേക്ക് വരിക. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ.